அந்த பெர்லாட்டி பள்ளி இல்லையா, அந்த பள்ளியா? எப்படி സെൽഫി പള്ളികൾ ഇട്ട പേര് അന്ത ബെർലാട്ടി പള്ളി ഇല്ലയാ, അന്ത പള്ളിയാണ്. ആമാ, അന്ത പള്ളി. ലിമാകാമ ഇന്ദഹും, അവർക്ക് തെളിവ് കിട്ടിയിട്ടുണ്ടാകും. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട ഇമാം മഹല്ലി തങ്ങൾ. നമ്മൾ ഈ മഹല്ലി ഇമാം ആരാണ്? ഇമാം നവർ റളിയല്ലാഹു അൻഹു ആരാണ്? ഈ മഹാത്മാക്കളുടെ ചരിത്രം നമ്മളുടെ ഈ ആധുനികരൊന്നും പഠിക്കുന്നില്ല. എത്രയേ നമ്മളെക്കാട്ടിലും ഉയർന്നവരാണ് അവർ. ഉമൈറയിൽ കാണാം, അനക്കുന്നത് ഭക്തിയെ ഇല്ലായ്മ ചെയ്യും. അതാകാം അവർക്ക് കിട്ടിയ കാരണം. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം നവർ റളിയല്ലാഹു അൻഹു അവിടുത്തെ റൗളയിൽ പറഞ്ഞത് കണ്ടോ, അനക്കാൻ പാടില്ല എന്നാണ്. എന്നാൽ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഖതീബ് ശിർബീനി തങ്ങളുടെ മുഗ്നി അവിടെ കാണാം, ഉയർത്തുന്ന സമയത്ത് അനക്കരുത്, നബി തങ്ങൾ അനക്കാറില്ല. അബൂ ദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹദീസ്, റസൂൽ അനക്കിയിട്ടില്ല, അനക്കുന്നില്ല, അനക്കാറില്ല എന്ന്. എന്നാൽ വഖീല യുഹരിക, ഒരു അഭിപ്രായമുണ്ട് അനക്കണമെന്നും. നബി തങ്ങൾ അനക്കിയിട്ടുണ്ട് എന്ന് വാഇൽ ഇബ്നു ഹുജ്ർ റിപ്പോർട്ട് ചെയ്ത ഹദീസുണ്ട്. രണ്ട് ഹദീസും സഹിഹാണ്. ആ സുന്നത്തുകളൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കുക. അങ്ങനെ ഇവിടെ നമുക്ക് മനസ്സിലാവും. നമ്മുടെ നാട്ടിൽ ചെന്നാൽ അത്തഹയ്യാത്തൊക്കെ വിരലിങ്ങനെ കണ്ടാൽ ചിലപ്പോൾ വിരലൊക്കെ മുറിച്ചാൽ ചോദിക്കണം അല്ലേ, അത്തഹയ്യാത്തത് അറിയില്ല. അത് സുന്നത്തിൽപ്പെട്ട തങ്ങൾ ചെയ്ത ഒരു ചെറിയ ഹദീസിൽ വന്നതാണ്. അങ്ങനെ അങ്ങനെ തങ്ങൾ അനക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ ശാഫി മദ്ഹബിന്റെ ഇമാമിങ്ങളൊക്കെ പറഞ്ഞത് ഉയർത്തി വെച്ചാൽ മതി, അതിലേക്ക് നോക്കണം എന്നൊക്കെ സുന്നത്താണെന്നാണ്. എന്നാൽ അത് അനക്കണം സുന്നത്തുള്ളവരുടെ. ഹനഫി മദ്ഹബിലൊക്കെ ധാരാളം ചെയ്യും. അതൊന്നും എന്തില്ല, തെച്ചല്ല, അനക്കുണ്ട്.